മനുഷ്യാവകാശ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയും യുദ്ധക്കുറ്റങ്ങൾ ആവർത്തിച്ചും ഗസയിൽ കൂട്ടക്കുരുത്ത് തുടരുകയാണ് ഇസ്രായേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,000 കടന്നിട്ടും പിന്മാറാൻ ഒരുക്കമല്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. യുദ്ധം മാസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹെർസി ഹലേവി വ്യക്തമാക്കി. തെക്കൻ മധ്യ ഗസയിൽ സൈനിക ഓപ്പറേഷൻ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും വടക്കൻ ഗസയിലെ ഹമാസ് പോരാളികളെ ഏറെക്കുറെ ഇല്ലാതാക്കിയെന്നും ഇസ്രായേലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹലേവി പറഞ്ഞു. വടക്കൻ മേഖലയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. സൈനികരുടെ പോരാട്ട വീര്യത്തിലും പ്രവർത്തനങ്ങളിലും നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിലും ഞാൻ ഏറെ സംതൃപ്തനാണ്. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ലക്ഷ്യത്തിലേക്ക് IDF ഏറെക്കുറെ എത്തിയിരിക്കുന്നു. നിരവധി പേർ കീഴടങ്ങിയെന്നും നൂറുകണക്കിന് പേരെ തടവിലാക്കിയെന്നും നിരവധി തുരങ്കങ്ങളും ആയുധങ്ങളും നശിപ്പിച്ചതായും പ്രതിരോധ സേനാ മേധാവി അവകാശപ്പെട്ടു. ഗസയുടെ തെക്കൻ മേഖലകളിലും ഖാൻ യൂനിസിലും മധ്യമേഖലകളിലുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒക്ടോബർ 7 മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങിവരാൻ ഇനി ഒരിക്കലും അനുവദിക്കില്ല. വ്യോമസേന ഇടതടവില്ലാതെ ആക്രമണം നടത്തുന്നുണ്ട്. വ്യോമസേനയ്ക്ക് കഴിയാത്ത ഹമാസിന്റെ സംവിധാനങ്ങൾ കരസേന നശിപ്പിക്കുകയാണ്. ഈ യുദ്ധം അനിവാര്യമാണ്. ലക്ഷ്യം കൈവരിക്കുക എളുപ്പമല്ല. ഹമാസിൽ നിന്ന് നിരവധി പേരെ കൊലപ്പെടുത്തി. ഇതുവരെയുള്ളതിൽ ഏറ്റവും സങ്കീർണമായ യുദ്ധത്തെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും ഹലേവി പറഞ്ഞു. ഹമാസ് നേതാക്കളെ ഉടൻ കണ്ടെത്തി വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ താക്കീത്. യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും ആത്യന്തിക വിജയം ഇസ്രായേലിനായിരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. എന്നാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് നെതന്യാഹുവും ഇസ്രായേലും നീങ്ങുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു. ഇതിനിടെ തെക്കൻ മധ്യ ഗസയിലും ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരന്തര ബോംബ് വർഷം തുടരുകയാണ്. റഫ, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ജബാലിയ, ബുറൈജ്, നുസൈറത്ത്, നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 250-ലേറെ പേർ കൊല്ലപ്പെടുകയും 382 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിലെ ഖാഫിൻ, സൈദ തുടങ്ങിയ പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ഇസ്രായേൽ സൈനികർ നിരവധി വീടുകൾ റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ഫലസ്തീനികൾ രംഗത്തെത്തിയിരുന്നു. ഹെബ്രോണിന് വടക്കുള്ള ബെയ്റ്റ് ഉമർ പട്ടണത്തിലെ നിരവധി വീടുകളിൽ റെയ്ഡ് നടന്നു. തുബാസ് നഗരത്തിന് കിഴക്കുള്ള തയാസിൻ ഗ്രാമവും ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്തു. റാമല്ലയുടെ വടക്കുള്ള ബെയ്ത്ത് റിമ പട്ടണത്തിലും ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചു. അതേസമയം ഗസയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലായതിനെ തുടർന്ന് വാർത്താവിനിമയ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയതായി ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ അറിയിച്ചതായി UN റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യ ഗസയിലെ ദേർ എൽ ബലാഹ് ഗവർണറേറ്റിലെ 9 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ഫലസ്തീനികളോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഒക്ടോബർ 7 മുമ്പ് 90,000 ആളുകൾ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇത്. ഇതിനിടെ വടക്കൻ ഗസയിൽ കൊല്ലപ്പെട്ട 80 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ റാഫയിലെ കൂട്ടക്കുഴിമാടത്തിൽ സംസ്കരിച്ചു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇതുവരെ 4037-ലധികം വിദ്യാർത്ഥികളും 209 വിദ്യാഭ്യാസ പ്രവർത്തകരും കൊല്ലപ്പെടുകയും 7259-ലധികം വിദ്യാർത്ഥികൾക്കും 619 അധ്യാപകർക്കും പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് പുതിയ കണക്ക്. ഇതുകൊണ്ടും തീരുന്നില്ല ഇസ്രായേൽ ക്രൂരത. നൂർ ഷംസിൽ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിൽ നിന്ന് ആംബുലൻസുകളെയും മെഡിക്കൽ സ്റ്റാഫുകളെയും ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പറയുന്നു.